രണ്ടു ദിശയിലും വാഹനങ്ങൾ പോകുന്ന റോഡിൽ യൂണിഫോമിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഉചിതമായ റോഡ് അടയാളങ്ങളോ നിർദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഒരു ഡ്രൈവർ തൻ്റെ വാഹനം ഡാഷ് വശത്തുകൂടി വേണം ഓടിക്കാൻ. ഇടത്, വലത്, മധ്യഭാഗം, ഡയഗണൽ. ഉത്തരം ഇടത്. ചിത്രത്തിൽ കാണുന്ന ഹാൻഡ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ഇടത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു, വലത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു, വാഹനത്തിന്റെ വേഗത കുറക്കാൻ ഉദ്ദേശിക്കുന്നു, മറ്റെല്ലാ വാഹനങ്ങളും നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. ഉത്തരം ഇടത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന ഹാൻഡ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു? വലത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു, എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു, വാഹനത്തിന്റെ വേഗത കുറക്കാൻ ഉദ്ദേശിക്കുന്നു, ഇടത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു. ഉത്തരം വാഹനത്തിന്റെ വേഗത കുറക്കാൻ ഉദ്ദേശിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന ഹാൻഡ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു? നേരെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്, വാഹനത്തിന്റെ വേഗത കുറക്കാൻ ഉദ്ദേശിക്കുന്നു, വലത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു, വാഹനം നിർത്താൻ ഉദ്ദേശിക്കുന്നു. ഉത്തരം വലത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന ഹാൻഡ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു? പിന്നാലെ വരുന്ന വാഹനം നിർത്താൻ അപേക്ഷ, വലത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു, നേരെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്, വാഹനം നിർത്താൻ ഉദ്ദേശിക്കുന്നു. ഉത്തരം വാഹനം നിർത്താൻ ഉദ്ദേശിക്കുന്നു. മഴക്കാലത്ത് പകൽ സമയത്ത് കാഴ്ച തീരെ കുറയുമ്പോൾ ഡ്രൈവർ എന്ത് ചെയ്യണം? വാഹനം നിർത്തുക, വൈപ്പർ ബ്ലേഡുകൾ പഴയതല്ലെന്ന് ഉറപ്പാക്കുക, വിൻഡ് സ്ക്രീൻ ക്ലിയർ ചെയ്യാൻ വാഷർ ഉപയോഗിക്കുക, വാഹനത്തിന്റെ വേഗത കുറച്ച് ഹെഡ്ലൈറ്റ് ഉപയോഗിക്കുക. ഉത്തരം വാഹനത്തിന്റെ വേഗത കുറച്ച് ഹെഡ്ലൈറ്റ് ഉപയോഗിക്കുക. ഒരു ഡ്രൈവർ വൺ വേയിലൂടെ വാഹനം ഓടിക്കുമ്പോൾ സൈൻ ബോർഡ് അനുസരിച്ച് അനുവദിച്ചിട്ടുള്ള ദിശയിൽ മാത്രം ഓടിക്കാം, അടിയന്തര സാഹചര്യങ്ങളിൽ എതിർ ദിശയിലേക്ക് ഓടിക്കാം, ഞായറാഴ്ചകളിൽ രണ്ട് ദിശയിലേക്കും ഓടിക്കാം, വൺ വേയിൽ വാഹനം ഓടിക്കാൻ അനുവാദമില്ല. ഉത്തരം സൈൻ ബോർഡ് അനുസരിച്ച് അനുവദിച്ചിട്ടുള്ള ദിശയിൽ മാത്രം വാഹനം ഓടിക്കാം. വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ ഇത് കൂടുതൽ സുരക്ഷിതമാണ്. ഏത്? ഇൻഡിക്കേറ്ററുകൾ മാത്രം ഉപയോഗിക്കുക, ഹാൻഡ് സിഗ്നൽ മാത്രം ഉപയോഗിക്കുക, ഇലക്ട്രോണിക് ഇൻഡിക്കേറ്ററുകളും ഹാൻഡ് സിഗ്നലും ഉപയോഗിക്കുക, ലെഫ്റ്റ് ഹാൻഡ് സ്റ്റിയറിംഗ് വാഹനങ്ങൾക്ക് മാത്രമേ ഹാൻഡ് സിഗ്നൽ ആവശ്യമുള്ളൂ. ഉത്തരം ഇലക്ട്രോണിക് ഇൻഡിക്കേറ്ററുകളും ഹാൻഡ് സിഗ്നലും ഉപയോഗിക്കുക. ഒരു സ്വകാര്യ മോട്ടോർ കാറിൽ ഒലിവ് ഗ്രീൻ പെയിന്റ് ചെയ്യുന്നത് അനുവദനീയമല്ല, അനുവദനീയമാണ്, പ്രത്യേക അനുമതി ആവശ്യമാണ്, മോട്ടോർ സൈക്കിളിന് മാത്രം അനുവദനീയമാണ്. ഉത്തരം അനുവദനീയമല്ല. ഒരു പശു കുറുകെ നിൽക്കുമ്പോൾ റോഡിൽ നിന്ന് മാറുന്നത് വരെ കാത്തു നിൽക്കുക, പശുവിൻ്റെ മുന്നിൽ കൂടി കടന്നു പോകുക, പശുവിൻ്റെ പിന്നിൽ കൂടി കടന്നു പോകുക, ഇടതുവശത്തു കൂടി കടന്നു പോകുക. ഉത്തരം പശുവിൻ്റെ പിന്നിൽ കൂടി കടന്നു പോവുക. രാത്രിയിൽ നിങ്ങളുടെ വാഹനം തകരാറിലായാൽ നിർത്തുക, ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുക, പാർക്ക് ലൈറ്റ് ഓണാക്കുക, നിർത്തി ചുവന്ന ലൈറ്റ് ഓണാക്കുക, നിർത്തുക, ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുക, ബ്രേക്ക് ലൈറ്റ് ഓണാക്കുക, നിർത്തുക, ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുക, അപകടകരമായ മുന്നറിയിപ്പ് ലൈറ്റ് പ്രദർശിപ്പിക്കുക.
ഉത്തരം നിർത്തുക, ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുക, അപകടകരമായ മുന്നറിയിപ്പ് ലൈറ്റ് പ്രദർശിപ്പിക്കുക. കുത്തനെയുള്ള ഇറക്കത്തിലേക്ക് വാഹനം ഓടിക്കുന്നതിനുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗം. ബ്രേക്കിനൊപ്പം ഉയർന്ന ടോർക്ക് ഗിയർ, ബ്രേക്കിനൊപ്പം ടോപ്പ് ഗിയർ ഉപയോഗിക്കുക, ഒരേ സമയം ബ്രേക്കും ക്ലച്ചും ഉപയോഗിക്കുക, ബ്രേക്കും ക്ലച്ചും ഉപയോഗിക്കുന്നതോടൊപ്പം ഉയർന്ന ടോർക്ക് ഗിയർ ഉപയോഗിക്കുക. ഉത്തരം ബ്രേക്കിനൊപ്പം ഉയർന്ന ടോർക്ക് ഗിയർ. വാഹനം നിർത്തുവാനുള്ള സുരക്ഷിതമായ മാർഗം എന്ത്? ക്ലച്ച് അമർത്തി ബ്രേക്ക് ചെയ്യുക, ബ്രേക്ക് അമർത്തി ക്ലച്ച് ചവിട്ടുക, ഒരേ സമയം ക്ലച്ചും ബ്രേക്കും അമർത്തുക. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഉത്തരം ബ്രേക്ക് അമർത്തി ക്ലച്ച് ചവിട്ടുക. ക്ലച്ച് റൈഡിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഇടയ്ക്കിടയ്ക്ക് ക്ലച്ച് ഉപയോഗിക്കുന്നത്, ക്ലച്ച് പെഡലിൽ കാൽ വെച്ച് വാഹനം ഓടിക്കുന്നത്, ക്ലച്ച് ഒട്ടും ഉപയോഗിക്കുന്നില്ല, ക്ലച്ച് എല്ലായ്പ്പോഴും വിച്ഛേദിക്കുന്നു. ഉത്തരം ക്ലച്ച് പെഡലിൽ കാൽ വെച്ച് വാഹനം ഓടിക്കുന്നത്. അമിത വേഗതയോ അപകടകരമായ ഡ്രൈവിംഗ്. അധികാരികൾക്കുള്ള കർശനമായ മുന്നറിയിപ്പ് ആകർഷിക്കുന്നു, കുറ്റവും ശിക്ഷാർഹവുമാണ്. മറ്റ് റോഡ് ഉപയോക്താക്കളെ ആകർഷിക്കുക, കാലതാമസം കൂടാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുക. ഉത്തരം കുറ്റവും ശിക്ഷാർഹവും. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഇടതുവശത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ആരംഭിക്കാൻ, വലതുവശത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ആരംഭിക്കാൻ, ഇടത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കടന്നു പോകാനും മുന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നിർത്തുവാനും അഭ്യർത്ഥിക്കുന്നു. വലത്തു നിന്നും ഇടത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കടന്നു പോകുവാൻ അഭ്യർത്ഥിക്കുന്നു. ഉത്തരം ഇടതുവശത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ആരംഭിക്കാൻ. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? വലത്തു നിന്നും ഇടത്തു നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താൻ അഭ്യർത്ഥിക്കുന്നു, വാഹനം പുറകിലും മുന്നിലും നിർത്താൻ അഭ്യർത്ഥിക്കുന്നു, അടയാളം മാറ്റൽ, വലത്തു നിന്നും ഇടത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കടന്നു പോകുവാൻ അഭ്യർത്ഥിക്കുന്നു. ഉത്തരം അടയാളം മാറ്റൽ. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഇടതുവശത്തു നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു, ടി പോയിന്റിൽ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു, വലതുവശത്തു നിന്നും വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു, ഇടത്തു നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താനും മുന്നിൽ നിന്ന് വാഹനങ്ങൾ കടന്നു പോകുവാനും അഭ്യർത്ഥിക്കുന്നു. ഉത്തരം ടി പോയിന്റിൽ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? വാഹനം പുറകിലും മുന്നിലും നിർത്താൻ അഭ്യർത്ഥിക്കുന്നു, വലത്തു നിന്നും ഇടത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കടന്നു പോകുവാൻ അഭ്യർത്ഥിക്കുന്നു, വലത്തു നിന്നും ഇടത്തു നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താൻ അഭ്യർത്ഥിക്കുന്നു, മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കടന്നു പോകുവാൻ അഭ്യർത്ഥിക്കുന്നു. ഉത്തരം വലത്തു നിന്നും ഇടത്തു നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? അടയാളം മാറ്റൽ, ഇടതുവശത്തു നിന്നും വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു, ഇടത്തു നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താനും മുന്നിൽ നിന്ന് വാഹനങ്ങൾ കടന്നു പോകുവാനും അഭ്യർത്ഥിക്കുന്നു, ടി പോയിന്റിൽ വാഹനങ്ങൾ നിയന്ത്രിക്കാൻ. ഉത്തരം ടി പോയിന്റിൽ വാഹനങ്ങൾ നിയന്ത്രിക്കാൻ. എല്ലാവരും നിങ്ങൾക്ക് കിട്ടിയ സ്കോർ താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ എത്തിച്ചു കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.